ഗായ്സ്, അപ്പൊ നമ്മളിന്ന് പുല്ല് പറിക്കാൻ പോവാണേ. അപ്പൊ ഞാനിത് ആ കൊട്ടയൊക്കെ എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങാണേ. പറമ്പ് ഫുൾ മരുഭൂമിയായിരുന്നു. അപ്പൊ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ പറമ്പ് നല്ല പച്ചപ്പാൽ നിറഞ്ഞു കിടക്കുവാണേ. നിങ്ങൾ കണ്ടല്ലോ ഗായ്സ്, നരഭോജികളായ കൊതുകുകളും എന്നെ വിഴുങ്ങുകയാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ ഈവനിങ് ടൈമിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ നിറച്ച് കൊതുകുകളാണ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ചോർച്ചിലും തലയൊക്കെയാണ്. അങ്ങനെ വാവാറ്റയും ഭയങ്കരയും പുല്ല് പറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പുല്ല് പറിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള മണ്ണൊക്കെ ഈ കാണുന്ന മരത്തിലൊക്കെ തട്ടിക്കുടഞ്ഞ് കളയാണ്. മണ്ണുണ്ടെങ്കിൽ നമ്മുടെ മുയലും ഗിനിപ്പന്നിയൊന്നും പുല്ല് കഴിക്കൂല കേട്ടോ. പൈങ്കിളി മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി കൊതുകിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുല്ലൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ പരിചയപ്പെട്ടില്ല കേട്ടോ. വേറെ ആരും അല്ല കേട്ടോ, അട്ടയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അട്ടേനെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ പുല്ലൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ മഴയുടെ ഒരു കോള് കാണുന്നുണ്ട്. അങ്ങനെ പുല്ലും ചക്കേന്റെ ചകിണിയും സാധനങ്ങളൊക്കെ നമ്മൾ അവർക്ക് തീറ്റയായിട്ട് കൊടുക്കുകയാണ്. പുല്ല് പറിച്ച ക്ഷീണത്തിൽ ഞാനിനി പോയി റെസ്റ്റ് എടുക്കട്ടെ ഗായ്സ്. ബൈ.